الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله الذي أتم علينا نعمة الإسلام وأكمل لنا هذا الدين القيم وجعلنا به خير أمة أخرجت للناس. نأمر بالمعروف وننهى عن المنكر ونؤمن بالله ونشهد أن لا إله إلا الله وحده لا شريك له جل عن الشبيه والمثيل والكفو والند والنظير. ونشهد أن سيدنا محمدا عبده ورسوله وصفيه وخليله وخيرته على خلقه وأمينه على وحيه وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് സൂക്ഷ്മതാപൂർവം ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ചരിത്രത്തിന്റെ താളുകളിൽ സമാനതകളില്ലാത്ത ഒരു വലിയ വിജയമായിരുന്നു മക്ക വിജയം. പീഡനങ്ങളുടെയും കണ്ണുനീരിന്റെയും കയ്പ് നിറഞ്ഞ നാളുകൾക്ക് വിരാമമിട്ട് തന്നെയും അനുചരന്മാരെയും ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചവരുടെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജേതാവായി കടന്നു വന്ന ധന്യമായ നിമിഷം. ശത്രുക്കൾ ഭയന്ന് വിറച്ചു നിന്ന ആ ചരിത്രസന്ധിയിൽ വിട്ടുവീഴ്ചയുടെയും ഉദാരതയുടെയും ഒത്തുങ്കതയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തോടൊരു പ്രഖ്യാപനം നടത്തി. നിങ്ങൾക്കെല്ലാവർക്കും പൊതുമാപ്പ് എന്നതായിരുന്നു റസൂലിന്റെ ആ പ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം. എന്നാൽ കാരുണ്യത്തിന്റെ പ്രവാഹത്തിലും വധശിക്ഷ കൽപ്പിക്കപ്പെട്ട ചില മനുഷ്യരുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ഇസ്ലാമിനോടും അത്രമേൽ ശത്രുതയും ക്രൂരതയും വെച്ച് പുലർത്തിയവരായിരുന്നു അവർ. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ഇസ്ലാമിന്റെ കടുത്ത ശത്രുവായിരുന്ന അബൂജഹലിന്റെ മകൻ ഇക്രിമ ബിൻ അബീ ജഹൽ. ഒളിച്ചോടിയ ഇക്രിമ യമനിലേക്ക് രക്ഷപ്പെടുന്നതിനു വേണ്ടി കടൽ മാർഗം കപ്പലിൽ യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ കടലിൽ കഠിനമായ കൊടുങ്കാറ്റ് വീശിയടിച്ചു. കപ്പൽ മുങ്ങുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ യാത്രക്കാരോട് കപ്പിത്താന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അഖ്ലിസു ഫഇന്ന ആലിഹതകും ലാ തുഗ്നി അൻകും ശൈഅൻ ഹാഹുന. നിങ്ങൾ അല്ലാഹുവോട് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, കാരണം ഇവിടെ നിങ്ങളുടെ വ്യാജ ദൈവങ്ങൾക്ക് നിങ്ങളൊട്ടും സഹായിക്കാനാവില്ല. ഈ വാക്കുകൾ ഇക്രിമയുടെ ഹൃദയത്തിലാണ് ചെന്നു പതിച്ചത്. അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം ഇങ്ങനെ വാചാലനായി, ലഇല്ലം യുൻജിനി ഫിൽ ബഹരി ഇല്ലൽ ഇഖ്ലാസു മാ യുൻജിനി ഫിൽ ബർരി ഗൈറുഹു. കടലിൽ എന്നെ രക്ഷിക്കാൻ അള്ളാഹുവോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എങ്കിൽ
കരയിലും എന്നെ രക്ഷപ്പെടുത്താൻ അതല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ഉടനെ അദ്ദേഹം അള്ളാഹുവോടൊരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നലക അലയ്യ അഹ്ദൻ ഇൻ അൻത ആഫൈതനി മിമ്മാ അൻത ഫീ. അള്ളാഹുവേ, ഈ വിപത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ആതി മുഹമ്മദൻ ഫഅളഅ യദി ഫീ യദിഹി ഫലഅജിദന്നഹു അഫുവൻ കരീമ. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് എന്റെ കൈ അദ്ദേഹത്തിന്റെ കൈകളിൽ ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നു. തീർച്ചയായും അദ്ദേഹം അങ്ങേയറ്റത്തെ ദയാപരനും മാപ്പേകുന്നവനുമായി എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. എന്നാൽ അതേസമയം മക്കയിൽ ഇക്രിമയുടെ ഭാര്യ ഉമ്മു ഹക്കീം റളിയല്ലാഹു അൻഹ പ്രവാചക സന്നിധിയിലെത്തി തന്റെ ഭർത്താവിന് വേണ്ടി റസൂലിനോട് അഭയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മു ഹക്കീം പ്രവാചകനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഇക്രിമ അങ്ങയെ ഭയന്ന് യമനിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങ് അഭയം നൽകണമെന്നാണ് എന്റെ അപേക്ഷ. കാരുണ്യക്കടലായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഹക്കീമിനോട് പറഞ്ഞു, ഹുവ ആമിനുൻ, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അഭയമുണ്ട്. ഭർത്താവിനെ തേടി ഉമ്മു ഹക്കീം തീരദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യത്തെ കുറിച്ച് അവർ ഇക്രിമയോട് പറഞ്ഞു, യബ്ന അം ജിത്തുക മിൻ ഇൻദി ഔസലിൻ നാസി വ അബരിൻ നാസി വ ഖൈറിൻ നാസി ലാ തുഹ്ലിക് നഫ്സക്. കുടുംബ ബന്ധം ഏറ്റവും നന്നായി ചേർക്കുന്ന, ഏറ്റവും വലിയ പുണ്യം ചെയ്യുന്ന മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരാളുടെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത്. താങ്കളെ തന്നെ നശിപ്പിച്ചു കളയരുത്. അവർ ഇങ്ങനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ താങ്കൾക്ക് വേണ്ടി മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അഭയം വാങ്ങിയിട്ടുണ്ട്. അത്ഭുതത്തോടുകൂടി ഇക്രിമ ചോദിക്കുന്നുണ്ട്, നീ അത് ചെയ്തോ? ഉമ്മു ഹക്കീം പറഞ്ഞു, അതെ, ഞാൻ സംസാരിച്ച് താങ്കൾക്കുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, സാക്ഷാൽ ഇസ്ലാമിന്റെ വൈരിയായിരുന്ന അബൂജഹലിന്റെ പുത്രൻ ഇക്രിമ മക്കയിലേക്ക് തിരിച്ചു വന്നു. അതേ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശം അവിടുന്ന് മുന്നോട്ട് വെക്കുന്നുണ്ട്. റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, യഅതീകും ഇക്രിമത്ത് ബിൻ അബീ ജഹൽ മുഅ്മിനൻ മുഹാജിറൻ. അബൂജഹലിന്റെ മകൻ ഇക്രിമ വിശ്വാസിയായിക്കൊണ്ട്, മുഹാജിറായിക്കൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. ഫലാ തസബ്ബു അബാഹു ഫഇന്ന സബ്ബൽ മയ്യിതി യുഅ്ദിൽ ഹയ്യ വലാ യബ്ലുഗുൽ മയ്യിത. നിങ്ങൾ അയാളുടെ പിതാവിനെ ചീത്ത വിളിക്കരുത്. ഒരിക്കലും അദ്ദേഹത്തെ ചൂണ്ടിക്കൊണ്ട് പിതാവിനെ ചീത്ത വിളിക്കരുത്. കാരണം മരിച്ചവരെ ചീത്ത പറയുന്നത് ജീവിച്ചിരിക്കുന്നവരെ വേദനിപ്പിക്കും. വലാ യബ്ലുഗുൽ മയ്യിത, എന്നാൽ അത് മരിച്ചവരേക്ക് എത്തുകയുമില്ല. അങ്ങനെ അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തി. വർഷങ്ങളോളം തന്നെ വേട്ടയാടിയ ശത്രുവിന്റെ മകൻ കടന്നു വരുന്നത് കണ്ടപ്പോൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്നു. സന്തോഷാധിക്യത്താൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽമുണ്ട് പോലും വീണുപോയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇക്രിമ റസൂലിന്റെ മുമ്പിൽ വിനയാന്വിതനായി നിന്നുകൊണ്ട് ചോദിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ എന്നെ അഭയം നൽകിയെന്ന് ഇവൾ പറയുന്നുണ്ടല്ലോ. പ്രവാചകൻ പറഞ്ഞു, സദഖത് വ അൻത ആമിനുൻ. അവൾ പറഞ്ഞത് സത്യമാണ്. തീർച്ചയായും താങ്കൾക്ക് നിർഭയത്വത്തോടുകൂടി ഇവിടെ താമസിക്കാം. തുടർന്ന് ഇക്രിമ പ്രവാചകരിൽ നിന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. ഉടൻ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്രിമയ്ക്ക് വേണ്ടി ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു കുല്ല അദാവത്തിൻ ആദാനിഹാ വകുല്ല മസീരിൻ സാറ ഫീഹി ഇലാ മൗളിഇൻ യുരീദു ബിദാലികൽ മസീരി ഇത്ഫാഅ നൂരിക് ഫഗ്ഫിർ ലഹു മാ നാല മിന്നി മിൻ ഇർളിൻ ഫീ വജ്ഹി ഔ അന ഗായിബൻ അൻ. അല്ലാഹുവേ, അവൻ എന്നോട് കാണിച്ച എല്ലാ ശത്രുതയും നീ അവന് പുറത്തു കൊടുക്കണമേ. നിന്റെ പ്രകാശം മൂതിക്കെടുത്താൻ വേണ്ടി അവൻ നടത്തിയ എല്ലാ യാത്രകളും അവന് നീ മാപ്പാക്കി കൊടുക്കണമേ. എന്റെ സാന്നിധ്യത്തിലോ എന്റെ അസാന്നിധ്യത്തിലോ എന്റെ മാനത്തിന് ഭംഗം വരുന്ന രീതിയിൽ അവനിൽ നിന്നുണ്ടായ സർവ്വ അപരാധങ്ങളും നീ അവന് പുറത്തു കൊടുക്കണമേ
എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദ്യമായ പ്രാർത്ഥന കേട്ടപ്പോ ഇക്രിമ പറഞ്ഞു, ഞാൻ സംതൃപ്തനായിരിക്കുന്നു റസൂലെ. തുടർന്ന് അദ്ദേഹം റസൂലിന്റെ മുമ്പിൽ വെച്ചൊരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ലാ അദഉ നഫഖതൻ കുന്തു അൻഫഖ്തുഹാ ഫീ സദ്ദിൻ അൻ സബീലില്ലാഹ് ഇല്ലാ അൻഫഖ്തു ളിഅഫഹാ ഫീ സബീലില്ലാഹ് വലാ ഖിതാലൻ കുന്തു ഉഖാതിലു ഫീ സദ്ദിൻ അനിസ് സബീൽ ഇല്ലാ അബ്ലൈതു ളിഅഫഹു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ആളുകളെ തടയാൻ വേണ്ടി ഞാൻ എത്രമാത്രം ധനം ചെലവഴിച്ചിട്ടുണ്ടോ അതിന്റെ ഇരട്ടി ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കും. ഇസ്ലാമിനെതിരെ ഞാൻ എത്രത്തോളം യുദ്ധം ചെയ്തിട്ടുണ്ടോ, പട നയിച്ചിട്ടുണ്ടോ അതിന്റെ ഇരട്ടി വീര്യത്തോടുകൂടി ഇനി ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുമെന്ന് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റസൂലിന്റെ മുമ്പിൽ വെച്ച് ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാചകന്റെ ഭയന്ന്, മക്കയിലെ റസൂലിന്റെ സഹാബത്തിന്റെ സൈന്യത്തെ ഭയന്ന് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു ഇക്രിമ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കടലിലെ കൊടുങ്കാറ്റിൽപ്പെട്ടപ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നു, ദുനിയാവിലെ അബൂജഹലിന്റെയോ മക്കക്കാരുടെയോ വ്യാജ ദൈവങ്ങൾക്കോ കപ്പലിന്റെ കരുത്തിനോ മനുഷ്യന് നിർഭയത്വം നൽകാൻ കഴിയില്ല. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഹൃദയം അള്ളാഹുവിലേക്ക് മാത്രമായി സമർപ്പിക്കാനുള്ള വ്യഗ്രത കൊണ്ട് റസൂലിന്റെ അടുക്കലേക്ക് ഓടിയെത്തുന്ന ഇക്രിമ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, ഹുവ ആമിനുൻ, അദ്ദേഹം നിർഭയനാണ്. ഹുവ ആമിനുൻ എന്ന വാക്ക് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് സമാധാനവും നിർഭയത്വവും കടന്നു വന്നത് എന്ന് ഈ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിലയിരുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രം ഞാൻ ആമുഖമായി ഉദ്ധരിച്ചത് ഇസ്ലാം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അൽ അംന് അഥവാ നിർഭയത്വം, ഭയമില്ലാതെ കഴിയുക എന്ന് പറയുന്നത്. ഇന്ന് മനുഷ്യൻ പലതിനെയും ഭയപ്പെടുന്നുണ്ട്. ദാരിദ്ര്യത്തെ ഭയപ്പെടുന്ന ആളുകൾ, രോഗത്തെ ഭയപ്പെടുന്ന ആളുകൾ, ശത്രുവിനെ ഭയപ്പെടുന്ന ആളുകൾ, നാളെയെ കുറിച്ചുള്ള ആശങ്കകളിൽ മലമടുത്ത് ജീവിക്കുന്ന മനുഷ്യർ. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് അവന് നിർഭയത്വം ലഭിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അത് പറയുന്നുണ്ട്. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും വിശ്വാസത്തോടൊപ്പം ദുൽമിനെ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ ആരാണോ അവർക്കാണ് യഥാർത്ഥ നിർഭയത്വം ഉള്ളത്. ഉലൈക ഹുമുൽ അംനു വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് യഥാർത്ഥത്തിൽ നിർഭയത്വമുള്ളവരും ഭയമില്ലാത്ത ആളുകളും ഭയാശങ്കകൾ ബാധിക്കാത്ത ആളുകളും സന്മാർഗം പ്രാപിച്ചവരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു മനുഷ്യന് ലഭ്യമാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ അനുഗ്രഹം അത് സമ്പത്തോ അധികാരങ്ങളോ പദവികളോ അല്ല, മറിച്ച് അൽ അംന് അഥവാ നിർഭയത്വമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരാളുടെ മനസ്സിന് കിട്ടുന്ന സമാധാനം, ഒരാളുടെ മനസ്സിന് കിട്ടുന്ന നിർഭയത്വ ബോധം, അതോളം മറ്റൊരു വലിയ അനുഗ്രഹവും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാനില്ല. ഭയത്തിന്റെ നിഴലിൽ കഴിയുന്ന ഒരു മനുഷ്യന് ദുനിയാവിലെ ഒരു ആസ്വാദനവും അയാൾക്ക് ലഭ്യമാവില്ല. താൻ പൂർണ്ണമായും സുരക്ഷിതനാണ് എന്ന ബോധ്യം ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ സന്തോഷം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന എത്രത്തോളം അതിന്റെ വീര്യം എത്രയെന്ന് അത് അനുഭവിക്കുന്ന ആൾക്ക് മാത്രമായിരിക്കും അറിയുക. ഇസ്ലാം ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് അതിന്റെ പേര് പോലെ നിർഭയത്വത്തിന്റെ ദർശനമാണ്. ശത്രുവിനെ പോലും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന സുരക്ഷിതത്വത്തിന്റെ ആയിരക്കണക്കിന് ചരിത്രങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നിന്ന് ഇക്രിമത്ത് ബിൻ അബീ ജഹലിന്റേതുപോലെ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. ഇതിന് അടിവരയിടുന്ന ചരിത്രത്തിന്റെ താളുകളിൽ ഒരുപക്ഷെ സ്വർണ്ണലിപികളാൽ മക്കം ഫതഹിന്റെ വേളയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഇക്രിമയെ പോലെയുള്ള മനുഷ്യരാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒരു ദർശനം എന്നതിലുപരി മനുഷ്യർക്ക് സമാധാനത്തോടുകൂടിയും സമാധാനപരമായ അന്തരീക്ഷത്തിലും ജീവിക്കാനുള്ള ഒരു വ്യവസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ അൽ ഇസ്ലാം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്നുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലെത്തിയ റസൂൽ ആദ്യമായി ചെയ്ത ചരിത്രപ്രധാനമായ ഒരു സംഗതിയുണ്ട്. വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത മതവിഭാഗങ്ങളും ജീവിച്ചിരുന്ന ആ മണ്ണിൽ റസൂലിന് ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. മദീനയിൽ നിർഭയത്വം അവിടെ പുലരേണ്ടതുണ്ട്, നിർഭയത്വമായിരിക്കണം താൻ രൂപീകരിക്കുന്ന ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന്
റസൂൽ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മദീന ചാർട്ടർ, ദുസ്തൂറുൽ മദീന, മദീനയുടെ ഭരണഘടന ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആ കരാറിൽ, ദുസ്തൂറുൽ മദീനയിൽ, മദീനയുടെ ഭരണഘടന എഴുതി ചേർക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഉറപ്പുവരുത്തിയ ഒരു കാര്യം, ഇത് പ്രവാചകനായ മുഹമ്മദ് ഖുറൈശുകളിലെയും യസ്രിബിലെയും വിശ്വാസികൾക്കും മുസ്ലിമീങ്ങൾക്കും കൂടാതെ അവരോടൊപ്പം അവിടെ ചേരുകയും അവരെ പിന്തുടരുകയും അവർക്കൊപ്പം ചേർന്ന് നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്കിടയിലുള്ള കരാറാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ചേർക്കുകയാണ്. നോക്കൂ, മനുഷ്യർക്കിടയിൽ പരസ്പര വിശ്വാസവും ഭയമില്ലാത്ത അന്തരീക്ഷവും ഉണ്ടാക്കിയെടുക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വളരെ കൃത്യമായി ശ്രദ്ധിച്ചത്. ഭരണഘടനയുടെ അവസാന ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് നിർഭയത്വത്തെയും സമാധാനത്തെയും കുറിച്ചായിരുന്നുവെന്ന് അതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ചേർക്കുന്ന കാര്യം, ഈ കരാർ അക്രമിക്കും പാപിക്കും ഒരു വിധത്തിലുള്ള സംരക്ഷണവും നൽകുന്നതല്ല. മദീനയിൽ നിന്ന് പുറത്തു പോകുന്നവനും അവിടെ തുടരുന്നവനും സുരക്ഷിതനായിരിക്കും. അവർക്കാർക്കും ഈ ഭരണകൂടത്തിന്റെ കീഴിൽ ഭയപ്പെടേണ്ടതില്ല. അക്രമം പ്രവർത്തിക്കുകയോ പാപം ചെയ്യുകയോ ചെയ്തവൻ ഒഴികെ തീർച്ചയായും നന്മ പ്രവർത്തിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നവന്റെ സംരക്ഷകനാകുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ദൂതനാണ്. ഒരു ഭരണഘടനയിൽ, ഒരു ഭരണകൂടത്തിന്റെ തേരാളിക്ക് എഴുതി ചേർക്കാൻ കഴിയുന്ന ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള വാചകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉറപ്പുവരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വാക്യം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം അത് നിർഭയത്വമാണ്. നാട്ടിൽ ജീവിക്കുന്നവനും അതേപോലെ യാത്ര ചെയ്യുന്നവനും ഒരുപോലെ സുരക്ഷിതനായിരിക്കണം. എന്നാൽ ആ നിർഭയത്വം ആസ്വദിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. ആ മനുഷ്യൻ ആ നാട്ടിൽ അധിവസിക്കുമ്പോൾ അവൻ നന്മയിൽ അഭിരമിച്ചുകൊണ്ട് ദുൽമിൽ ഏർപ്പെടാതിരിക്കണം എന്ന ഒരൊറ്റ നിബന്ധനയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നത്. മറ്റുള്ളവരുടെ നിർഭയത്വത്തിന് കാവലിരിക്കുന്നവന് മാത്രമേ സമാധാനമുണ്ടാവൂ എന്നായിരുന്നു റസൂൽ പറഞ്ഞത്. ഈ ഭരണഘടനയുടെ തുടക്കത്തിനും ഒടുക്കത്തിനും ഇടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തിന്റെ ഭദ്രതയ്ക്കും സുരക്ഷിതത്വത്തിനും വിഘാതമാവുന്ന ചെറുതും വലുതുമായ ഒരു കാര്യം പോലും അള്ളാഹുവിന്റെ റസൂൽ ദുസ്തൂറുൽ മദീനയിൽ അവിടുന്ന് പരാമർശിക്കാൻ വിട്ടുപോയില്ല എന്നതാണ് മദീന ചാർട്ടർ ഭുവന പ്രശസ്തമാകുന്നത്. പരസ്പരം പോരാടിക്കൊണ്ടിരുന്ന ഗോത്രങ്ങൾക്കിടയിൽ, വിഭിന്ന മതവിഭാഗങ്ങൾക്കിടയിൽ സമാധാനപരമായ സഹവർത്തിത്വവും നിർഭയത്വവും ഉറപ്പാക്കാൻ എന്തെല്ലാം നിയന്ത്രണങ്ങളും നിയമങ്ങളും വേണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കൂട്ടിച്ചേർത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറഫ പ്രഭാഷണം നമുക്കേറെ പരിചിതമാണ്. നിർഭയത്വത്തെ കുറിച്ചുള്ള ഒരു ആഗോള വിളംബരം ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് എങ്കിൽ റസൂലിന്റെ ഹജ്ജത്തുൽ വിദാഇൽ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ സംക്ഷിപ്തമായ പ്രഭാഷണമാണ്. വിശുദ്ധമായ മക്കയും ഈ അറഫാ ദിനവും എത്രത്തോളം പവിത്രമാണോ അത്രത്തോളം പവിത്രമാണ് ഓരോ മനുഷ്യന്റെയും ജീവനും സ്വത്തും മാനവും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു വിളംബരമുണ്ട്. ഭയത്തിന്റെ മേൽ യുഗങ്ങൾക്ക്, ഭയത്തിന്റെ ഇരുണ്ട യുഗങ്ങൾക്ക് മേൽ സമാധാനത്തിന്റെ പ്രകാശം ചുരിഞ്ഞ പ്രഖ്യാപനമായിരുന്നു അറഫയിലെ പ്രഭാഷണം എന്ന് സമ്മതിക്കാത്ത ഒരു ചരിത്രകാരനുമില്ല. ഒരുപക്ഷെ മനുഷ്യനിൽ നിന്ന് മറ്റൊന്നിനെ പറ്റിയും ഭയമില്ലാത്ത അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന നിർഭയത്വത്തിന്റെ ലോകത്തിന്റെ മാതൃക കാണിച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രഭാഷണത്തിന്റെ അവിടുത്തെ ജീവിതത്തിന്റെ ഉപസംഹാരം തന്നെ. നിർഭയത്വത്തിന്റെ പ്രാധാന്യം അത്രമേൽ സുപ്രധാനമാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അമ്നുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വിശദീകരിക്കുന്നതിന്റെ താഴെ അദ്ദേഹം കുറിക്കുന്ന ഒരു വാചകമുണ്ട്. വസുഇല ബഅദുൽ ഉലമാഇ അൽ അംനു അഫ്ളലു അം അസ്സിഹ. പണ്ഡിതന്മാരിൽ ഒരാളോട് ചോദിക്കപ്പെട്ടു, നിർഭയത്വമാണോ ആരോഗ്യമാണോ ഏറ്റവും മെച്ചമുള്ള കാര്യം? നിർഭയത്വത്തിനാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്, അതല്ല ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിനാണോ? ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അൽ അംനു അഫ്ളലു, നിർഭയത്വമാണ് കൂടുതൽ ശ്രേഷ്ഠമായത്. എന്നിട്ട് അദ്ദേഹം അതിന്റെ ഒരു തെളിവ് വിശദീകരിക്കുന്നത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അതിന്റെ വിശദീകരണം നൽകുന്നത് കാണാം. വദ്ദലീലു അലൈഹി അന്ന ഷാതൻ ലബിൻ കസറത റിജ്ലുഹാ ഫഇന്നഹാ തസിഹു ബഅദ സമാൻ സുമ്മ ഇന്നഹാ തുഖ്ബിലു അല റഅയി വൽ അഖൽ. അദ്ദേഹം പറഞ്ഞത് ഒരു ആടിന്റെ കാല് ഒടിയുകയാണ് എങ്കിൽ കുറച്ചു കാലത്തിന് ശേഷം ആ ആട് അതിന്റെ കാലൊടിഞ്ഞത് സുഖപ്പെടുകയും അതിനുശേഷം
അത് പുല്ലും ആഹാരവും തിന്നു മേഞ്ഞു നടക്കാൻ അത് പ്രാപ്തനാവുകയും ചെയ്യും. വലൗ അന്നഹാ റുബിതത ഫീ മൗദിഇൻ വറുബിത ബിൽ ഖുർബി മിൻഹാ ദിബ്ബുൻ ഫഇന്നഹാ തുംസികു അനിൽ അലഫി വലാ തതനാവലുഹു ഇലാ അൻ തമൂത്. എന്നാൽ ഒരു സ്ഥലത്ത് ഒരു ആടിനെ കെട്ടിയിടുകയും ആ ആടിന്റെ തൊട്ടടുത്തായി ഒരു ചെന്നായിയെ കെട്ടിയിടുകയും ചെയ്താൽ ആ ആട് തീറ്റ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും പട്ടിണി കിടന്ന് ചത്തുപോവുകയും ചെയ്യും. കാലൊടിഞ്ഞ് സുഖപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന ആടാണോ, ആ ആടിനാണോ നിർഭയത്വമുള്ളത്? അതല്ല, ആടിനെ കെട്ടിയിട്ടിട്ട് അതിന്റെ മുമ്പിൽ ഒരു ചെന്നായിയും കൂടി ബന്ധിച്ചിട്ട് ആ ആടിനാണോ നിർഭയത്വമുള്ളത് എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് അൽ അഫ്ളലു അൽ അംനു മിന സിഹ്ഹതി, സിഹ്ഹത്തിനേക്കാൾ, ആരോഗ്യത്തെക്കാൾ ഒരാൾക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാകലാണ്, സുരക്ഷിതത്വം ഉറപ്പുവരലാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇസ്ലാമിക നിയമ സംഹിതയുടെ മഖാസിദുശ് ശരീഅ എന്നൊരു ഭാഗമുണ്ട്. ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനങ്ങൾ, അതിന്റെ ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് 5 കാര്യങ്ങളാണ് മഖാസിദുശ് ശരീഅ എന്ന അർത്ഥത്തിൽ ശരീഅത്തിന്റെ വക്താക്കൾ എണ്ണുന്നത്. മനുഷ്യന്റെ മതം, ഒരാളുടെ ജീവൻ, ഒരാളുടെ വംശം, ഒരാളുടെ ബുദ്ധി, അവന്റെ സമ്പത്ത്, ഇത് കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമനിർമ്മാണ സഭയുടെ അടിസ്ഥാന പ്രമേയമായി ദീൻ പറയുന്നത്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഭയമില്ലാത്ത സുരക്ഷിതത്വവും സമാധാനവുമുള്ള ഒരു അന്തരീക്ഷം നാട്ടിൽ നിലവിലില്ലെങ്കിൽ ഇതിൽ ഏതിനെയാണ് നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക? സമകാലിക പശ്ചാത്തലങ്ങൾ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മതം സംരക്ഷിക്കാൻ കഴിയാത്ത, ജീവൻ സംരക്ഷിക്കാൻ കഴിയാത്ത, വംശത്തിനെതിരെ വെല്ലുവിളി ഉയരുന്ന, ബുദ്ധിക്കും സമ്പത്തിനുമെതിരെ കൃത്യമായ ഗൂഢാലോചനകൾ നടക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഈ സംവിധാനങ്ങൾ നിർഭയത്വമില്ലെങ്കിൽ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുക? സമാധാനപരമായ അന്തരീക്ഷത്തിൽ, നിർഭയത്വമുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാനും തന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിർഭയത്വം എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഏറ്റവും വലിയ അടിത്തറയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ആരോഗ്യത്തെക്കാൾ പ്രധാനമാണ് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന നിർഭയത്വം എന്ന്. അംന് അഥവാ നിർഭയത്വവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ നിരവധിയായ സൂക്തങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരു നാടിനെ നാടാക്കി മാറ്റുന്നത്, അവിടെ വികസനവും നന്മകളും ഉണ്ടാക്കുന്നത് ആ നാട്ടിലെ സമാധാന അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അവിടെ നിർഭയത്വം നിലകൊള്ളുക എന്നതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം തന്റെ ജന്മനാടിന് വേണ്ടി ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുആ ഏത് എന്നതിന്റെ ഏറ്റവും നല്ല മറുപടി സ്വയം ഒരു ഉമ്മത്തായി സമൂഹത്തിൽ അവതരിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിൽ നമുക്ക് മാതൃകയുണ്ട്. ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കത്ത് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ ജനവാസം ഉണ്ടായിരുന്നില്ല. ജലജനശൂന്യമായ ഒരു പ്രദേശത്ത് വന്ന് അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനകളുടെ ഒന്നാമത്തെ ആമുഖമായി അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനാ വാചകം വിശുദ്ധ ഖുർആനിൽ കാണാം. ആ നാട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടിയല്ല, ആ നാട്ടിലെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയല്ല അദ്ദേഹം പ്രാർത്ഥിച്ചത്, മറിച്ച് നാടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അകം തൊട്ട പ്രാർത്ഥനയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകളുടെ ഉള്ളടക്കം എന്ന് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ കാണാം. വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിന്റെ നാടിന് വേണ്ടിയുള്ള ഹൃദയപൂർവമായ ഒരു പ്രാർത്ഥനയുണ്ട്. ഏത് ഭരണാധികാരിക്കാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, എന്റെ രക്ഷിതാവേ, ഈ നാടിനെ ഭയമില്ലാത്ത നിർഭയത്വത്തിന്റെ ഒരു പ്രദേശമാക്കി മാറ്റണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു നാടിന്റെ നിലനിൽപ്പിന്റെ, അതിന്റെ നിർഭയത്വം എത്രത്തോളം അനിവാര്യമാണ് എന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ കാണിക്കുന്ന ഈമാനിനും സൽക്കർമ്മങ്ങൾക്കും ദീനിന്റെ വഴിയിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ കൈക്കൊള്ളുന്ന ക്ഷമയ്ക്കും അല്ലാഹു തആല ദുനിയാവിൽ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന സമാധാന ജീവിതം. മക്കയിലെ ആദ്യകാല മുസ്ലിമീങ്ങൾ അവർ അനുഭവിച്ച കഠിനമായ ഭയത്തെയും പിന്നീട് മദീനയിൽ അല്ലാഹു തആല അവർക്ക് നൽകിയ നിർഭയത്വത്തെയും കുറിച്ച് വിശുദ്ധ ഖുർആന്റെ ഒരു പരാമർശമുണ്ട്. വഖ്കുറു, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇദ് അൻതും ഖലീലൂന മുസ്തദഅഫൂന ഫിൽ അർളി, നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു, നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടിരുന്നു. തഖാഫൂന അയ്യതഖത്തഫകുമുൻ നാസ്, നിങ്ങളെ ആളുകൾ എപ്പോൾ വേണമെങ്കിലും വേട്ടയാടപ്പെടാവുന്നത്ര നിങ്ങളുടെ മുഖങ്ങൾ തേഞ്ഞുമാഞ്ഞ് വളരെ അടിച്ചമർത്തപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ടവരായിരുന്നു നിങ്ങൾ. ഫആവാകും, നിങ്ങൾക്ക് മദീനയിൽ അഭയം നൽകി. വഅയ്യദകും ബിനസ്രിഹി, അല്ലാഹു അവന്റെ
അതിജീവന ശക്തി നിങ്ങളിൽ ഏൽപ്പിച്ചു. വറസഖകും മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾക്ക് നല്ല സമൃദ്ധമായ ഭക്ഷണം നൽകി. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർഭയത്വം എന്ന് പറയുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ് എങ്കിൽ, എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭയം എന്ന് പറയുന്നത് മനുഷ്യനെ സംസ്കരിക്കാൻ, അവനെ തിരിച്ചറിവുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പരീക്ഷണോപാധി കൂടിയാണ് എന്ന് അല്ലാഹു തആല ബോധപൂർവം പറഞ്ഞു വെക്കുന്നുണ്ട്. മനുഷ്യൻ അള്ളാഹുവെ മറന്ന് ജീവിക്കുമ്പോൾ അവനെ നേർവഴിയിലേക്ക് നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ചില ചാട്ടവാറടിയാണ് യഥാർത്ഥത്തിൽ ചില സന്ദർഭത്തിലെ ഭയാന്തരീക്ഷം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നന്ദികേടും അക്രമവും ഒരു നാടിന്റെ നിർഭയത്വത്തെ എങ്ങനെ തകർത്ത് കളയുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലൂടെ വളരെ ഗൗരവത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറ. ഒരുപാട് കഷ്ടനഷ്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ മനുഷ്യ സമൂഹത്തിന് പറ്റുന്ന ഏറ്റവും ആദ്യത്തെ ആഘാതം ഏത് എന്ന് പഠിപ്പിക്കുമ്പോൾ അത് ഭയ സാഹചര്യങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ നാട് വലിയ സുരക്ഷിതത്വത്തിലായിരുന്നു എന്ന് ഒരു നാടിനെ കുറിച്ച് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. വദറബല്ലാഹു മസലൻ ഖർയതൻ കാനത് ആമിനതൻ മുത്മഇന്ന, സ്വസ്ഥമായി നിർഭയത്വത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു നാടിനെ ഉദാഹരണമാക്കിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നു, യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, നാനാപാടും ചുറ്റുപാടുള്ള മനുഷ്യർ, അങ്ങനെ ഒരു ചുറ്റുപാടുള്ള സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു നാട്. ആ നാടിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, അവർ സ്വസ്ഥഭരിതമായി സമാധാനാന്തരീക്ഷത്തിൽ ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നു. പക്ഷേ ഫകഫറത് ബിഅൻഉമില്ലാ, അവർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ധിക്കാരം പ്രവർത്തിച്ചു. ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഅ്, അല്ലാഹു തആല അവർക്ക് വിശപ്പിന്റെ വസ്ത്രം അവരെ രുചിപ്പിച്ചു. വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ, അവർ ചെയ്തിയുടെ ഫലമായി ഭയം അവരിൽ അല്ലാഹു തആല നിറച്ചു വെച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർഭയത്വവും സമാധാനവും സമൂഹത്തിൽ അത് നിറയണമെങ്കിൽ, സ്ഥാപിക്കപ്പെടണമെങ്കിൽ നന്മ ആഗ്രഹിക്കുന്നവരോട് സമാധാനത്തിലും ചതി പ്രവർത്തിക്കുന്ന ആളുകളോട് അങ്ങേയറ്റത്തെ ജാഗ്രതയിലും നിലകൊള്ളേണ്ടതുണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ആലോചനകൾ നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു തആല പ്രവാചകനോട് കൽപ്പിക്കുന്നത് ആളുകൾക്കിടയിൽ അത്തരം ചതി കാണിക്കുന്ന ആളുകളിൽ നിന്ന് രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ താങ്കൾ ഒരുക്കണമെന്നാണ്. ശത്രുക്കൾ എപ്പോഴെങ്കിലും ചതിയും യുദ്ധവും ഉപേക്ഷിച്ച് സമാധാനത്തിന്റെ വഴിയിലേക്ക് താല്പര്യം കാണിച്ചാൽ പ്രവാചകരെ താങ്കളും സമാധാനത്തിന്റെ കൈകൾ നീട്ടണം എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരു പ്രഖ്യാപനം റസൂലിനോട് നടത്തുന്നുണ്ട്. ഇസ്ലാം യുദ്ധക്കൊതിയുള്ള ഒരു ദർശനമല്ല. ആളുകൾ എപ്പോഴും ഇങ്ങനെ ഭയാശങ്കകളിൽ നിറഞ്ഞു ജീവിക്കണമെന്ന് ഒരിക്കലും ഇസ്ലാം താല്പര്യപ്പെടുന്നില്ല. മറിച്ച് ഭൂമിയിൽ സമാധാനവും നിർഭയത്വവും നിലനിർത്താൻ ഏതറ്റം വരെയും പോകുന്ന, അതേസമയം ചതികൾക്കും വഞ്ചനകൾക്കുമെതിരെ ജാഗ്രത പുലർത്തുന്ന ഒരു ആദർശ ജീവിതത്തിന്റെ ആ പദ്ധതിയുടെ പേരാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു നാട്ടിൽ സമാധാനവും നിർഭയത്വവും നിലനിൽക്കണമെങ്കിൽ നിയമസംഹിത ശക്തമായിരിക്കണം. തെറ്റ് ചെയ്യുന്നവർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമൂഹം ശാന്തമാവുന്നത്. ഇസ്ലാമിക നിയമത്തിൽ ജീവന് പകരം ജീവൻ, അൽ ഖിസാസ്, പ്രതിക്രിയ എന്ന് പറയുന്നത് അത് നിയമമാക്കുന്നുണ്ട്. അത് നിയമമാക്കിയതിന്റെ അടിസ്ഥാനം എന്ത് എന്ന് പരിശോധിച്ചാൽ നാട്ടിൽ അരാജകത്വവും വ്യക്തിപരമായ പ്രതികാരങ്ങളും ഇല്ലാതാക്കാനാണ്. നിയമം കയ്യിലെടുത്തുകൊണ്ട് പരസ്പരം കൊന്നെടുക്കുന്ന ജാഹിലിയ സമ്പ്രദായത്തെ തിരുത്തിക്കൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ ധീരമായിട്ടുള്ള പ്രഖ്യാപനമാണ് വലകും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ബുദ്ധിമാന്മാരെ, ചിന്തിക്കുന്നവരെ, നിയമസംഹിതയുടെ ആളുകളെ, ഭരണകൂടത്തോടുള്ള വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് പ്രതിക്രിയയിൽ മാനവരാശിക്ക് ജീവിതമുണ്ട്. ഏത് സമൂഹത്തിനാണ്, ഏത് ആദർശത്തിനാണ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയുക? ബാഹ്യമായി നോക്കുമ്പോൾ ഒരു കൊലപാതകത്തിന് പകരമായി ഒരു കൊലയാളിയെ വധിക്കുന്നത് ജീവൻ നഷ്ടപ്പെടുത്താനായി തോന്നുമെങ്കിലും ആത്യന്തികമായി സമൂഹത്തിന് അതൊരു പുതുജീവൻ നൽകുന്നു എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരാളെ കൊന്നാൽ തനിക്ക് തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന ബോധം കുറ്റവാളികളിൽ ഭയമുണ്ടാക്കുകയും അതുവഴി നിരപരാധികളുടെ ജീവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. നിർഭയത്വം എന്ന് പറയുന്നത്, അഥവാ ഭയമില്ലായ്മ എന്നത് ദുനിയാവിലെ മാത്രം ഒരു അനുഗ്രഹമല്ല. നാം ഇപ്പോൾ പറഞ്ഞതൊക്കെ ഭൗതികമായിട്ടുള്ള ദുനിയാവിലെ നിർഭയത്വത്തെ കുറിച്ചാണ്. പരലോകത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായ മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിടത്ത് ഖുർആൻ പ്രത്യേകം പരാമർശിക്കുന്നത് കാണാം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ഉദ്ഖുലുഹാ ബിസലാമിൻ ആമിനീൻ. സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അല്ലാഹുവിനെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകൾ, അവർക്ക് ജന്നാത്തുകളും ഉയൂനുകളുമുണ്ട്, തോട്ടങ്ങളും അരുവികളുമുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞത് ഉദ്ഖുലുഹാ ബിസലാമിൻ ആമിനീൻ. നിർഭയത്വത്തിന്റെ ലോകത്തേക്ക് സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല അവിടെ അഭിവാദ്യം അരുളുന്ന സ്വർഗത്തിലേക്ക് സ്വാഗതമെന്ന് വിശുദ്ധമായ ഖുർആൻ ചേർത്ത് പറയുന്നുണ്ട്. അനുഗ്രഹങ്ങൾ എത്ര ചുറ്റിൽ അനുഗ്രഹങ്ങൾ ഉണ്ടായെങ്കിലും മനസ്സിൽ വരാനിരിക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ചോ നാശത്തെക്കുറിച്ചോ നേരിയൊരു ഭയമുണ്ട് എങ്കിൽ ആ ആസ്വാദനം പൂർണ്ണമാവില്ല എന്നതാണ്. സ്വർഗത്തിൽ മരണമില്ല, സ്വർഗത്തിൽ രോഗമില്ല, അവിടെ വേർപാടില്ല, വിരഹങ്ങളില്ല എന്നതുപോലെ അവിടെ ഒരു തരത്തിലുള്ള ഭയവുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആലോചിക്കേണ്ടുന്നത് ഈ അർത്ഥത്തിൽ ഇസ്ലാമിക ദർശനം മുന്നോട്ട് വയ്ക്കുന്ന ഈ ഹബര ലോകങ്ങളിലുള്ള നിർഭയത്വത്തിന്റെ വലിയ ദർശനമാണ് ദീനുൽ ഇസ്ലാം എന്ന ബോധ്യം മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം, എന്ന വിചാരം മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നാം ഉൾക്കൊള്ളേണ്ടുന്നത്. യഥാർത്ഥത്തിൽ നിർഭയത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ ഹൃദ്യമായ ചില ചരിത്ര ഉദാഹരണങ്ങൾ നമുക്ക് ഉന്നയിക്കാൻ കഴിയും. ആളുകൾക്ക് മാത്രമല്ല, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിച്ചിരുന്ന മനുഷ്യേതര ജീവജാലങ്ങൾ പോലും നിർഭയത്വം അനുഭവിച്ചിരിക്കണമെന്ന കണിശത ഇസ്ലാമിക ഭരണകൂടങ്ങൾക്ക്, അന്നത്തെ ഇസ്ലാമിക ഭരണകൂടങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഒരൊറ്റ ഉദാഹരണം പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത ഈജിപ്ഷ്യൻ സാഹിത്യകാരൻ ഇബ്നു ദുഖ്മാഖ്, ഈജിപ്തിന്റെയും കെയ്റോയുടെയും ഭൂമിശാസ്ത്രവും ചരിത്രവും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റഫറൻസ് ഗ്രന്ഥമായിട്ടുള്ള അൽ ഇന്തിസാറു ലിവാസിത്തത്തി അഖദിൽ അൻസാർ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ദുഖ്മാഖ് ഒരു ചരിത്രം പറയുന്നുണ്ട്. ഈജിപ്തിലെ അന്നത്തെ ഗവർണറായിരുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടാരത്തിൽ ഒരു പ്രാവ് മുട്ടയിട്ടതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തും. അദ്ദേഹം അവിടെ നിന്നും യാത്ര തിരിക്കാൻ ഒരുങ്ങിയപ്പോൾ കൂടാരം പൊളിച്ചു മാറ്റാൻ തന്റെ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു. എന്നാൽ വിരിയാത്ത മുട്ടകളുള്ള ഒരു പ്രാവിൻ കൂട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ ആ പ്രാവിനെ ശല്യപ്പെടുത്തിയില്ല. വിഷയം അവർ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ധരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലഖദ് തഹറമത് ബിനാ വഹ്തമത് ബിജിവാരിനാ അഖറുൽ ഫുസ്താത കമാ ഹുവ ഹത്താ തതീറ ഫിറാഖുഹാ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിലപാട് സുവ്യക്തമായിരുന്നു. നമ്മുടെ അടുത്ത് അഭയം തേടുകയും എന്റെ കൂടാരത്തിൽ സമാധാനത്തോടു കൂടി വസിക്കുകയും ചെയ്യുന്ന ഒരു പക്ഷിയെ നിങ്ങൾ ശല്യപ്പെടുത്തരുത്. അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നതുവരെ ഈ ജോലി തൽക്കാലത്തേക്ക് നിങ്ങൾ നിർത്തിവെക്കണം. പിന്നീട് ഈ പ്രാവ് കുഞ്ഞുങ്ങളുമായി പറന്നുപോയതിനു ശേഷമാണ് ആ കൂടാരം അവിടുന്ന് മാറ്റിയത്. ആ പക്ഷിയോട് കാണിച്ച കാരുണ്യത്തിന്റെ പ്രതീകമായി ആ സ്ഥലത്തിന് അൽ ഫുസ്താത്ത്, കൂടാരം എന്ന് പേരിടുകയും ഈജിപ്തിലെ പ്രശസ്തമായ ഒരു നഗരമായി മാറുകയും ചെയ്തു. ഇസ്ലാമിന്റെ നഗര സംവിധാനത്തോടുള്ള കാഴ്ചപ്പാടെന്ത് എന്ന് ചോദിച്ചാൽ, ഈ സമൂഹവും ഈ നാടും നിർഭയത്വത്തിന്റെ നാടാവണമെന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിമി പ്രാർത്ഥനയുടെ മറ്റൊരു വശമായിരുന്നു യഥാർത്ഥത്തിൽ അംർ ഇബ്നുൽ ആസിന്റെ നിലപാട് കൊണ്ട് നിർഭയത്വത്തിന്റെ ഫുസ്താത്ത് രൂപപ്പെട്ടത് എന്ന പാഠമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഏറ്റവും മാതൃകായോഗ്യമായ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഒരു കാലത്ത് വിഭിന്ന സംസ്കാരങ്ങളും മതവിഭാഗങ്ങളും പരസ്പരം വിശ്വാസത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞിരുന്ന ഒരു രാജ്യത്ത് നിർഭയത്വത്തിന് പകരം ഭയം ഒരു ആയുധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ പെരുന്നാൾ ഒരു ഭയാശങ്കയിലായിരുന്നു നമ്മൾ കഴിച്ചുകൂട്ടിയത്. പെരുന്നാൾ അനന്തര ദിനങ്ങൾ മുസ്ലിം ഉമ്മത്ത് ബലിയർപ്പിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ബലിയർപ്പണത്തിൽ നിരതമായപ്പോഴും ഒരു സമൂഹത്തെ പ്രത്യേകം ഭയം പിടികൂടിയിരുന്നു. മതത്തിന്റെയോ വസ്ത്രത്തിന്റെയോ പേരിൽ, ഭക്ഷണത്തിന്റെയോ പേരിൽ മനുഷ്യർക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ തുടർച്ചയായ ആശങ്കയുടെ നിഴലിൽ നിർത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നാം വസിക്കുന്ന രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് ബോധ്യമുള്ളതാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സങ്കീർണമായ സാഹചര്യത്തെയും മുസ്ലിം സമൂഹം നേരിടുന്ന സവിശേഷമായിട്ടുള്ള ഭയത്തെയും കുറിച്ചാണ് അടുത്തിടെ രാഹുൽ ഗാന്ധി പോലും തന്റെ പ്രസ്താവനയിലൂടെ അടിവരയിട്ട് സംസാരിച്ചത്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ മുസ്ലിമീങ്ങൾ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പ്രത്യേകം മെൻഷൻ ചെയ്യണമെന്ന് ഒരു രാഷ്ട്രീയ നേതാവിന് പോലും പരസ്യമായി വിളിച്ചു പറയേണ്ടി വരുന്നു എന്നത്
രാജ്യം എത്തി നിൽക്കുന്ന ഭയാശങ്കയുടെ ആ സാഹചര്യത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. ഭയത്തിന്റെ വിപണി തുറന്നുകൊണ്ട് വോട്ട് കൊയ്യുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾക്കിടയിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിർഭയത്വം എന്ന പൗരാവകാശത്തെ വിശ്വാസി എത്രമേൽ തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. അതിന്റെ ആഴവും പരപ്പും ഇസ്ലാമികമായ മാർഗനിർദ്ദേശങ്ങളുടെ ഉള്ളടക്കങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി സ്വായത്തമാക്കേണ്ടതുണ്ട് എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം പഠിക്കേണ്ടത് ഏറ്റവും വലിയ പാഠം. ഈ അടുത്താണ് ബീഫ് കൈവശം വെച്ചു എന്ന കുറ്റത്തിന്റെ പേരിൽ കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട് നിയമപാലകരുടെ ക്രൂരമായ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട 70 വയസ്സുകാരനായ സഹീർ ഷെയ്ഖ് എന്ന വയോധികന്റെ ദാരുണമായ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യം എത്ര ഭയാശങ്കയിലാണ് കഴിഞ്ഞുകൂടുന്നത്. അത് ആൾക്കൂട്ട കൊലപാതകമായിരുന്നില്ല, ആളുകൾ തല്ലിക്കൂട്ടി കൊന്നതായിരുന്നില്ല, മറിച്ച് നിയമത്തിന്റെ സംരക്ഷകരാകേണ്ടുന്ന നിയമപാലകർ തന്നെ അദ്ദേഹത്തെ തല്ലിക്കൊന്നു. മരണമൊഴി രേഖപ്പെടുത്താൻ കാണിച്ച ഒരു മനസ്സവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ അവസാനത്തെ ചില സന്ദർഭങ്ങൾ കൂടി അവിടെ രേഖപ്പെട്ട് കിടന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ ചവിട്ടിയും താടി വലിച്ചു കീറിയും നേരിട്ട ആ കൊടിയ മർദ്ദനമുറകൾ പുറം ലോകം അറിഞ്ഞത് യഥാർത്ഥത്തിൽ ആ മരണമൊഴി അതിനുവേണ്ടിയുള്ള ഒരു കുഞ്ഞവസരം കൊടുത്തത് കൊണ്ട് മാത്രമാണ്. ഫാസിസം വിതറാൻ ശ്രമിക്കുന്ന ഈ ഭയത്തിന് മുന്നിൽ വിശ്വാസികൾ പതറിപ്പോകരുത്. നിർഭയത്വത്തിന്റെ ഒരു ദർശനമാണ് ചതിക്കും വഞ്ചനയ്ക്കും അനീതിക്കും അക്രമത്തിനുമെതിരെ സ്ഥിരമായി സമരോത്സുകരാവണമെന്ന ഇസ്ലാമിക നിർദ്ദേശങ്ങളുടെ മുമ്പിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിർഭയത്വ അന്തരീക്ഷത്തിലും ഇസ്ലാമിന്റെ ഈ നിർദ്ദേശങ്ങൾ നാം ചെവിക്കൊള്ളണം. നാം അള്ളാഹുവെ മാത്രം ഭയപ്പെടുന്ന ഒരു ജനതയായി നാം മാറണം. ജനാധിപത്യപരമായ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കാൻ ഇതര സമുദായങ്ങളിലെ സമാധാനകാംക്ഷികളായ മനുഷ്യരുമായി ഒത്തുചേർന്നുകൊണ്ട് രാജ്യത്തിന്റെ സമാധാനം വീണ്ടെടുക്കാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പോലെ റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, ഈ നാടിനെ ഒരു നിർഭയത്വപൂർണമായ നാടാക്കണമേ എന്ന അകം നിറച്ചുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല രാജ്യം അനുഭവിക്കുന്ന ഏതെല്ലാം അസമാധാനങ്ങളും അരാജകത്വങ്ങളും ഉണ്ടോ അതിൽ നിന്നൊക്കെ അല്ലാഹു തആല മോചനം നൽകുകയും സ്വസ്ഥമായ ഭയമില്ലാത്ത ഭയാശങ്കകളില്ലാത്ത നിലയിൽ ജീവിക്കാൻ അല്ലാഹു തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരാക്കി അല്ലാഹു തആല നമ്മേവരെയും കബൂലാക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.